കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. 32 വർഷമായിട്ട് കഴുത്തി കിടന്നത് അന്ന് വരെ അത് കഴുത്തിൽ നിന്ന് ഊരിയെടുക്കെ ഒന്നും ചെയ്തിട്ടില്ലാത്തതാകൊണ്ട് സത്യമുള്ള മുതലാണെങ്കിൽ സത്യമുള്ള മുതൽ തന്നെ. പക്ഷെ മരുന്ന് നമുക്കത് 50,000 രൂപയ്ക്ക് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് ബാക്കി നമ്മളിട്ടേ നമുക്കിനി എടുക്കാം. ഇവന്മാർ സത്യം പറഞ്ഞിരുന്നെങ്കിലേ. ബൈക്കിലെത്തി വഴി ചോദിക്കാനെന്ന വ്യാജേന നിർത്തുകയും വയോധികയുടെ 2.5 പവൻ തൂക്കം വരുന്ന താലിമാല പൊട്ടിച്ച് കടന്നുകളയുകയും ചെയ്ത കേസിൽ 2ാം പ്രതിയും അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി അനസാണ് പിടിയിലായത്. ഇടമുളയ്ക്കൽ നീറായത്തോട് വീട്ടിൽ ഗിരിജാദേവിയുടെ മാലയും താലിയുമാണ് ഇപ്പോൾ പിടിയിലായ അനസ് ഉൾപ്പെട്ട 2 അംഗ സംഘം ബൈക്കിലെത്തി പൊട്ടിച്ച് കടന്നുകളഞ്ഞത്. ഇക്കഴിഞ്ഞ ഏപ്രിലായിരുന്നു സംഭവം. ഗിരിജയുടെ പരാതിയിൽ കേസെടുത്ത അഞ്ചൽ പോലീസ് പ്രധാന പ്രതിയായ തിരുവനന്തപുരം സ്വദേശി അനസിനെ ജൂലൈ മാസത്തിൽ പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇപ്പോൾ പിടിയിലായ കോഴിക്കോട് സ്വദേശി അനസിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. ഇയാൾക്കായി അന്വേഷണം തുടരുന്നതിനിടെ മറ്റൊരു കേസിൽ അനസ് പൊന്നാനി പോലീസിന്റെ പിടിയിലായതായി അഞ്ചൽ പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു. ഇതോടെ പൊന്നാനിയിലെത്തിയ പോലീസ് കോടതിയുടെ അനുമതിയോടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ബൈക്ക് കവർച്ച, മാല പൊട്ടിക്കൽ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 30-ലധികം കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായ അനസ് എന്ന SI പ്രജീഷ് കുമാർ പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. താൻ ഈ സ്ഥലത്ത് മുമ്പ് എത്തിയിട്ടേയില്ലെന്ന് അനസ് പറഞ്ഞുവെങ്കിലും സമീപത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ അനസിന് കുരുക്കായി. തൊണ്ടയുടെ സൗണ്ട് പോയി. വീട്ടമ്മ ഇയാളെ തിരിച്ചറിയുകയും ചെയ്തു. 4:30 മണിക്ക് ഞാൻ അമ്മാസ് ഫോട്ടോ എടുക്കാൻ പോയിട്ട് വന്ന സമയമായിരുന്നു. വരുന്ന സമയത്ത് ഈ പൊട്ടിച്ച കക്ഷി ഇവിടെ ഇങ്ങനെ നിന്നേത്. അവൻ എന്നോട് വഴി ചോദിച്ചു, അസുരമംഗലത്തേക്കുള്ള വഴി ഏതാന്ന് ചോദിച്ചു. അവന് ഞാൻ ഇതുവഴി പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പോയാൽ മതിയെന്ന് പറഞ്ഞ് വെച്ചപ്പോഴത്തേക്ക് ഉടനെ അയാൾ ചോദിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ. ഞാൻ വാളകത്തോട്ടും പോണ വഴിയാന്ന് പറഞ്ഞതും മുമ്പിൽ നിന്ന കക്ഷി പുറകെ പുറവശത്ത് നിന്ന് പിടിച്ച് പൊട്ടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ ഈ കക്ഷി അവിടെ അങ്ങനെ നിന്നേത്. ഇപ്പോൾ വന്ന കക്ഷി നിന്നിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഇവൻ വണ്ടി എടുക്കുന്ന കാണാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് പുറവശത്തൂടെ വണ്ടി പോകണം. പെരുക്കം നിരക്കിയാണ് കൊണ്ടുപോയില്ല. പോസ്റ്റിലെ പ്ലാവിൻ്റെ അടുക്ക ഇവൻ വണ്ടി കൊണ്ട് നിർത്തിയത്. ഇവൻ ഇവിടെ നിന്ന് എൻ്റെ മാല പൊട്ടിക്കുന്നു, ഓടി ചെന്ന് വണ്ടി കയറുന്നു, വിട്ടങ്ങ് പോകുന്നു. പക്ഷേ അന്ന് ഇട്ടുന്ന ടീഷർട്ട് ഓർമ്മ വന്നു എനിക്ക്. ടീഷർട്ട്, ചുമന്ന ടീഷർട്ടാണ് ഈ പൊട്ടിച്ചവൻ ഇട്ടിരുന്നത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SI പ്രജീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിബിൻ, അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർ ജിജോ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നാട്ടുവാർത്ത, ആയൂർ.